നമ്മളിന്ന് എവിടെ ആൻമരിയുള്ള എവിടെ സ്ഥലമെന്നോ? മലരിക്കലല്ല, ഇത് നമ്മുടെ വീടിന്റെ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ പോലും ഇല്ല. പള്ളം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. നമ്മുടെ വീടിന്റെ അടുത്തും ആമ്പൽ വസന്തം ഉണ്ട് അല്ലേ? നമ്മളിത് ചെറുപ്പം മുതലേ നമ്മൾ കളിച്ചു വളർന്ന സ്ഥലമാണ്. പക്ഷെ ഉണ്ടല്ലോ, ഇതിന് ഇത്രയും ബ്യൂട്ടി ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം അവിടുത്തെ കുറച്ച് മനോഹരമായ കാഴ്ചകൾ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ സ്റ്റോറീസ് ഫ്രം പീറ്റർ ബിഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. യെസ്, ഫോളോ മീ. എല്ലാ വീടുകളിലും ഒരു ബൈക്ക് ഉള്ളതുപോലെ നമ്മുടെ ഈ പ്രദേശങ്ങളിലെ എല്ലാ വീടുകളിലും ഓരോ വള്ളം ഉണ്ടാവും. മനസ്സിലായി? അപ്പൊ കോളേജിലേക്ക് പോകുന്ന ഒരു സീനാണ്. അതായത് ഇവിടുന്ന് അങ്ങ് പടിഞ്ഞാറ് കായലാണ്, അങ്ങോട്ടേക്ക് ഇങ്ങനെ മൊത്തം പൂത്ത് കിടക്കുന്നു. നോക്കി, മൊത്തത്തിൽ സൂപ്പറായിട്ട് ഒരു ഏരിയ ഫുള്ള് ഇങ്ങനെ പൂത്ത് സെറ്റായിട്ട് കിടക്കുന്നു കേട്ടോ. ഒരു ഫാമിലി ട്രിപ്പ് കഴിഞ്ഞിട്ട് വരുന്നവർ നമ്മുടെ നെഹ്റു ട്രോഫി ബോട്ട് റേസിന് നമ്മുടെ നാട്ടാ ബോട്ട് ക്ലബിന്റെ 2 വള്ളങ്ങളുണ്ട്. അടിപൊളി. പണ്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തില് നമ്മുടെ കല്ലൂപ്പറമ്പൻ ട്രയൽ ചെയ്യുമ്പോൾ നമ്മൾ ട്രയൽ കാണുമായിരുന്നു. കല്ലൂപ്പറമ്പ ഭയങ്കര ചരിത്രമുണ്ട് നമ്മുടെ നാട്ടാ ബോട്ട് ക്ലബിന്. കല്ലൂപ്പറമ്പനെ നമ്മൾ കപ്പടിച്ചത്. സ്റ്റാർട്ട് ചെയ്യാണ് ഗായ്സ്. വെള്ളത്തിൽ ആദ്യം വാട്ടർ ലില്ലീസ് ഏരിയ ഫുള്ള് പൂത്ത് കിടക്കണ്ടോ? അടിപൊളിയല്ലേ? ഏകദേശം 20 ഏക്കറോളം വരും ഈ പാടം മൊത്തം. ഇങ്ങനെ പൂത്ത് നല്ല മനോഹരമായിട്ട് ബ്യൂട്ടി. അലിമള് ഫസ്റ്റ് ടൈം ആണോ വള്ളത്തെ? ഇതെന്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സന്തോഷം കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുകയും. ആന്ധ്ര, കർണാടക, തമിഴ്നാട്, ഇടുക്കി, കൊല്ലം, തിരുവനന്തപുരം. ഇത് നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ട് നമ്മുടെ ഈ ആമ്പൽ ഇങ്ങനെ പൂത്ത് കിടക്കുന്നത്. പക്ഷെ അത് ഇത്രയും ഫേമസ് ആകാനുള്ള കാരണം എന്നാ? ഇത് കഴിഞ്ഞ വർഷം ഇത്ര ഇല്ലായിരുന്നു, ഈ പ്രാവശ്യമാണ് ഇത്ര ആയത്. അപ്പം ഇത് പിന്നെ ചാനലുകാരും പത്രക്കാരും ഒക്കെ വന്ന് നമ്മുടെ മനോരമയിലൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? മനോരമ ഉണ്ടായിരുന്നു, ദേശാഭിമാനി ഉണ്ടായിരുന്നു, കൗമുദിയിലുണ്ടായിരുന്നു, ഫേമസ് ആയി. അപ്പൊ നമ്മുടെ നാട്ടുകാർക്ക് ഒരു വരുമാന മാർഗമായി. നാട്ടുകാർ കൃഷി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് ഒട്ടുമുക്കാൽ ആൾക്കാർ പിന്നെ ആ മീൻപിടുത്തമുള്ളൂ. കഴിയുമ്പോൾ മീൻപിടുത്തമുള്ളൂ. അപ്പൊ നാട്ടുകാർക്ക് ഒരു വരുമാന മാർഗമായി അല്ലേ? തീർച്ചയായും. നിങ്ങളെപ്പോലുള്ളവരുടെ സഹകരണം കൊണ്ടാണ് ഇത് ഇനി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അലിമള് പറക്കടി. നല്ല ബല. സൂപ്പർ. ഭയങ്കര കട്ടിയുണ്ടല്ലേ? യെസ്. അലിമള ആദ്യമായിട്ട് വള്ളത്തിൽ കയറുവാണ്. അലിമള നമ്മൾ ഈ നാട്ടിൽ കിടന്നിട്ട് നമ്മുടെ ഈ വള്ളത്തേലൊന്നും കയറിയില്ലെന്ന് പറയുന്ന നാണക്കേടാ അല്ലേ? അതായത് ഇന്നലെ ഞാൻ ഒരു പയ്യനെ പരിചയപ്പെട്ടെ. അവൻ പറയാണ് അവനില്ലേ എന്നാ ഇടുക്കിന്ന് 150 കിലോമീറ്റർ റൈഡ് ചെയ്തിട്ട് വന്നേക്കോ ആമ്പല് കാണാൻ. നമ്മൾ ഇത്രയും നമ്മുടെ അടുത്ത കിലോമീറ്റർ ആയിട്ട് പോലും ബോട്ടെല്ലാം പോയി വെള്ളം പോയി ഫുള്ള് കലങ്ങിയിരിക്കും വെള്ളമല്ല. അടിപൊളി. ഒന്നും പറയാനില്ല കേട്ടോ. എന്നാ കാറ്റാന്ന് നോക്കൂ.
ഇതുപോലുള്ള തുരുത്തുകളാണ് നമ്മുടെ കുട്ടനാട് പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. ആൾക്കാരെല്ലാം പോയിട്ട് വെള്ളത്തെ കൂടെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ആൻസിമമ്മയ്ക്ക് പണ്ട് നമ്മൾ പടിഞ്ഞാറ് നിന്ന് വള്ളം വരുമ്പോൾ ദിശ കാണിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. ആലപ്പുഴ, കോട്ടയം, കൊച്ചിയിൽ നിന്നൊക്കെ വരുന്ന സാധനങ്ങള് ചരക്ക് വള്ളം ഇതിലല്ല വന്നോണ്ടിരുന്നത്. അപ്പൊ ആലപ്പുഴ വന്ന് അവിടെ ചരക്കിറക്കിയതിന് ശേഷം ഇതേപോലെ ലൈറ്റ് അവിടെ ഉണ്ട്. അവിടുന്ന് വിട്ടാൽ ഈ ലൈറ്റ് നോക്കിയാണ് കോട്ടയത്തേക്ക് വരുന്നത്. ഓക്കെ ഓക്കെ. പുരാതനമായ 300 വർഷം പഴക്കമുള്ള ലൈറ്റ് ഹൗസിന്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇല്ല, ഇല്ല, മരിക്കുന്നില്ല, ഞങ്ങളിലൂടെ ജീവിക്കുന്നു. കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് പിങ്കു കൂടി വെക്കാം കണ്ടോ. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലല്ലേ, നന്നായിട്ട് കാണാം. അച്ഛാ, എന്നാ ഇനി വള്ളം എടുക്കാൻ പോകുന്നത്? സത്യം നല്ല. 26-ാം തീയതി നമ്മൾ വള്ളം എടുക്കും. 2 വള്ളം ഉണ്ടല്ലേ? നമ്മള് പക്ഷെ കപ്പടിക്കുവോ? ആൻമേലെ 26-ാം തീയതി തൊട്ട് ഞാൻ ലീവ് കേട്ടോ. കല്ലുപറമ്പൻ അവിടെ പണിതോണ്ടിരിക്കുവോ അല്ലേ? മറിക്കുവോ? ആ